ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതായത് ചിക്കൻ പിങ്ക് സോസ് പാസ്ത. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ പിങ്ക് സോസ് പാസ്ത ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിക്കൻ വെച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ്. അപ്പോൾ കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്നല്ലോ. അപ്പോൾ കുറേ അമ്മമാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി എന്തെങ്കിലുമൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ദിവസത്തെ ഇടവേളയാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഓടി വന്നിട്ട് ഇതുപോലെ റെസിപ്പികൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി തരാം. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് കൊടുത്തിട്ട് കുട്ടിയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചിക്കൻ പിങ്ക് സോസ് പാസ്ത തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഡിയേഴ്സ്, എന്താ ഒരുപാട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എന്താ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ പാസ്തയാണ്. അതായത് ചിക്കൻ പിങ്ക് പാസ്ത എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കണം. അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലോട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വരുന്ന ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 4 അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഫ്രഷ് വെളുത്തുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഗാർലിക്കിൻ്റെ പൗഡർ ചേർത്താലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഹേർബ്സ് ചേർത്ത് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഹേർബ്സ് ചേർക്കാം. അതല്ലെങ്കിൽ ബേസിലും ഒറിഗാനവും തനിയെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ബേസിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഒറിഗാനും കൂടി ഇടാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഇറ്റാലിയൻ പാസ്തയുടെ ഒരു വാസന വരുള്ളൂ. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചതച്ച മുളകാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികളുടെ ഇതനുസരിച്ച് വേണം നമ്മളിത് ചേർക്കുന്ന മുളകിൻ്റെ അളവ് തീരുമാനിക്കാൻ. ഇപ്പോൾ 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പിള്ളേരൊക്കെ വലുതായതുകൊണ്ട് അവർക്ക് സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ കുഞ്ഞുമക്കളാണെങ്കിൽ അതിനനുസരിച്ച് കുറവ് ചേർത്താൽ മതി കേട്ടോ. ഇത് അല്പം മാത്രം മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പിങ്ക് പാസ്ത ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ചേർക്കാത്ത പാസ്ത ഉണ്ടാക്കുമ്പോൾ ഇത്ര മുളക് ചേർക്കാറില്ല. ഇതിപ്പോൾ ചിക്കൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും മുളക് പൊടിയും മുളക് ചതച്ചും ചേർത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി അരച്ചതാണ്. ഞാനൊരു 3 വലിയ തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ടിൻഡ് ടൊമാറ്റോ നമുക്ക് യൂസ് ചെയ്യാം. അത് ഇതേപോലെ തന്നെ നന്നായി അരച്ചെടുത്താൽ മതിയാവും. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ഈ തക്കാളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കോട്ടെ കേട്ടോ. നമുക്കിത് അടച്ചു വെക്കാം. തക്കാളി നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. 1/2 കപ്പിന് മേലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 100 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പീസായിട്ട് നുറുക്കണേ. നീളത്തിൽ അരിയുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടങ്ങ് നന്നായി കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ വീഡിയോ ആയിട്ട് കാണുമ്പോഴാണ് ലോങ് ആയിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വൈറ്റ് സോസും കൂടി ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വൈറ്റ് സോസ് എന്നുള്ള പരിപാടി വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജോടുകൂടി നിർത്തിയിട്ട് പാസ്ത കുക്ക് ചെയ്ത് ചേർത്താൽ മാത്രം മതിയാവേ. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടർ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചേർത്ത പോലെ തന്നെ ഹേർബ്സ് അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദയ്ക്ക് ഒരാട്ട വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഈ മൈദയുടെ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു വാസന വരാൻ തുടങ്ങും. ആ മൈദയൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഒരു നല്ല വാസന വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന സമയത്താണ് നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് റെഡ് സോസ് പാസ്ത വേണ്ട അല്ലെങ്കിൽ പിങ്ക് സോസ് പാസ്ത വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കില്ലേ, ഇത് ഉണ്ടാക്കിയതിന് ശേഷം പാലൊക്കെ ഒഴിച്ചതിന് ശേഷം ചിക്കൻ്റെ പീസസ് ഇട്ട് നന്നായി കുക്കായതിനു ശേഷം നമ്മുടെ പാസ്ത വേവിച്ചത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്, കളർ മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ക്രീമി ആയിരിക്കണം നമ്മുടെ പാസ്ത. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൽ പാല് കുറച്ചും കൂടെ ചേർക്കും. 2 ഗ്ലാസോളം പാല് ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറുകി വരുന്ന സമയത്ത് ഈ മിക്സ് നമ്മുടെ ടൊമാറ്റോൻ്റെ കൂട്ടത്തിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിള്ളേർക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറി മാറി കൊടുക്കണ്ടേ. അപ്പോൾ
നന്ദുവിന്റെ ഒക്കെ വൺ ഓഫ് ദ ഫേവറേറ്റ് പാസ്ത ഇതാണ്. അപ്പൊ നമ്മൾ തലേദിവസം രാത്രി തന്നെ ഉണ്ടാക്കി ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഇപ്പൊ നമ്മളുടെ എന്ത് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പൊ ചൂടാറാത്ത പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചൂടോടുകൂടി വെച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ രാവിലെ എടുത്ത് ചൂടാറിയതിനു ശേഷമാണ് ഞാൻ അയച്ചു കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്, നല്ലോണം തിക്കായിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ടൊമാറ്റോന്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാസ്ത വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കളയണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളത്തിന് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ സാധാരണ വെള്ളം ഒഴിക്കുന്നേക്കാളും പകരമായിട്ട് പാസ്തയുടെ വെള്ളം നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിന്റെ രുചി നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഉപ്പ് കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഷുഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സോസിന്റെ ടേസ്റ്റ് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോഴും ഉപ്പ് കുറവാണല്ലോ. എരിവൊക്കെ പാകത്തിനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അത്ര എരിവ് ഇടണ്ട കേട്ടോ. ചില്ലി ഫ്ലേക്സിന് പകരമായിട്ട് പെപ്പർ പൗഡർ ചേർത്താലും മതി കുഞ്ഞുമക്കൾക്ക് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാസ്തയാണ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റാണ്. അപ്പോൾ 1.5 കപ്പ് പാസ്തയാണ് കേട്ടോ, കറക്റ്റ് അളവാണ്. അപ്പോൾ പാസ്ത കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് അളവിന് കുക്ക് ചെയ്തോളൂ. ഒട്ടും കുക്കായിട്ടില്ലെങ്കിലും പാസ്ത കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരുമാതിരി കട്ടിയിലിരിക്കും. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം, സാധാരണ ചീസിന്റെ സ്ലൈസ് ഇട്ട് കൊടുക്കാം. അത് കുട്ടികൾക്ക് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് അത് ഇഷ്ടത്തോടു കൂടി കഴിക്കാം. ഫൈനലി ഒന്നും കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിൽ ചേർക്കുന്ന ഷുഗറും എരിവും ഒക്കെ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഇതനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഓരോ അമ്മമാർക്കും ഓരോ മക്കളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലേ. ഞാൻ ഓഫ് ചെയ്യാനേ. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത നമുക്ക് കിട്ടും. ആ ബേസിലിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ഇല ബേസിലിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ബേസിൽ അത്ര ഫ്രഷ് ബേസിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ഈസി ആയിട്ടുള്ള കിഡ് സ്പെഷ്യൽ എന്ന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഈസി പീസി ആയിട്ടുള്ള ചിക്കൻ പിങ്ക് പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.